ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാർപ്പ് സ്റ്റൈലിലെ ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ അരപ്പിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ, അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അരപ്പിൽ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടുന്ന വരെ വഴറ്റിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കാരണം മസാല നന്നായിട്ട് ഞണ്ടിൽ പിടിച്ച് വരണം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇതിനി ഒന്ന് വറ്റിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. ഞാനിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷാപ്പ് സ്റ്റൈലിലെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെയോ കപ്പയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.